നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. തോട്ട്സ് ഓഫ് താര കല്യാൺ അവതരിപ്പിക്കുന്ന ഒരു കഥ ചൊല്ലാം നിങ്ങൾക്ക് വേണ്ടി എന്നുള്ള ഈ എപ്പിസോഡിലേക്ക് ഏവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ അവതരിപ്പിക്കുവാൻ പോകുന്ന കഥയുടെ ടൈറ്റിൽ ആരായിരുന്നു ഞാൻ. നേരിട്ട് കഥയിലേക്ക് കിടക്കാം. IPS ട്രെയിനിങ് പൂർത്തിയാക്കി സിറ്റി പോലീസ് കമ്മീഷണറായി ചാർജ് എടുത്തിരിക്കുകയാണ് പ്രണവ് മാധവ് മേനോൻ. 28 വയസ്സ് പ്രായം, വളരെ മിടുക്കനായ ചെറുപ്പക്കാരൻ. അതിൻ്റെ ഭാഗമായിട്ട് ഒരു സെലിബ്രേഷൻ പാർട്ടി ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ പ്രണവിൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, വെൽ വിഷേഴ്സ്, കൂടെ പഠിച്ചവർ, അങ്ങനെ പ്രണവിൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ പ്രണവ് ഇന്ന് സെലിബ്രേഷന് വിളിച്ചിട്ടുണ്ട്. പ്രണവിനൊപ്പം ഇന്നുള്ളത് അവൻ്റെ അച്ഛൻ മാത്രമാണ്, സേതു മാധവ് മേനോൻ. അച്ഛൻ ഈ കാലയളവിനുള്ളിൽ ഒരു നല്ല കലാകാരനായിട്ട് പേര് നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അസലൊരു ചിത്രകാരനാണ്, ശില്പിയാണ്, അത്യാവശ്യം പാട്ട് പാടും, ഒരുപാട് നന്മയുള്ള ഒരു നല്ല മനുഷ്യൻ. ഒരു പഴയ പാട്ടില്ലേ, ആൺകളിൽ രാമൻ കിടയാത്, ആ പാട്ടിന് അപവാദമാണ് ഈ കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നന്മയുള്ള, വളരെ സൽസ്വഭാവിയായ, ആദർശവാദിയായ, നല്ലവനായ സേതുമാധവൻ മാത്രമാണ് ഇന്ന് പ്രണവിനുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ അവൻ്റെ അമ്മ മരിച്ചു പോയിട്ടില്ല. പ്രണവിന് വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് അവർ മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്ത് പോവുകയാണ് ഉണ്ടായത്. അന്നു മുതൽ ആ കുഞ്ഞിനെ നോക്കി വളർത്തി വലുതാക്കി ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വരെ ആക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് നമ്മുടെ സേതുമാധവനാണ്. അതേക്കുറിച്ച് നമ്മുടെ പ്രണവ് ബോധവാനുമാണ്. അതുകൊണ്ട് തന്നെ അവൻ എല്ലാ ഇൻ്റർവ്യൂസിലും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, അവന് ഈ ജീവിതത്തിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടെങ്കിൽ അത് തൻ്റെ അച്ഛനോട് മാത്രമാണ്. തൻ്റെ ഒരേ ഒരു ഹീറോ ലൈഫിൽ തൻ്റെ അച്ഛനാണ് സേതുമാധവൻ. അങ്ങനെ സെലിബ്രേഷൻ നടക്കുകയാണ്. സേതുമാധവൻ്റെ ഒരു ബന്ധുവായിട്ട് ഒരു സിസ്റ്റർ മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് സഹോദരി നല്ല ടേംസിലല്ലാത്തത് കൊണ്ട് വന്നില്ല. അമ്മ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അച്ഛൻ പണ്ടേ മരിച്ചു പോയതുകൊണ്ട് സേതുമാധവൻ്റെ ഭാഗത്തു നിന്നും ആരുമില്ല. കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. അവരെ അയാൾ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ അയാളുടെ മനസ്സ് കേൾക്കാത്തത് കൊണ്ട് നമ്മുടെ പ്രണവിൻ്റെ അമ്മയായ അഞ്ജലിയെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. അങ്ങനെ ആ പാർട്ടി നടക്കുന്ന ഭാഗത്തേക്ക് ഒരു 23 വർഷങ്ങൾക്ക് ശേഷം അവൾ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ അവളുടെ മനസ്സിൽ പല രീതിയിലുള്ള ആശങ്കകളുണ്ട്. അന്ന് ഉപേക്ഷിച്ച് പോയതാണ്. ഇത്രയും വർഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല, അതിന് സാധിച്ചിട്ടില്ല. അവൾക്ക് അവളുടേതായ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇന്ന് സേതുമാധവൻ ക്ഷണിച്ചപ്പോൾ 2-3 കാര്യങ്ങളാണ് അവൾക്ക് ഇങ്ങോട്ട് വരാൻ അവളെ പ്രേരിപ്പിച്ചത്. ഒന്ന്, താൻ പ്രസവിച്ച് 5 വയസ്സ് വരെയെങ്കിലും നോക്കിയ തൻ്റെ മകനെ ഒന്നടുത്ത് കാണാൻ. TV-യിലും മാധ്യമങ്ങളിലുമൊക്കെ അവൾ കണ്ടിട്ടുണ്ട്. പക്ഷേ തൻ്റെ മകനെ ഒന്നടുത്ത് കാണാനുള്ള ഒരമ്മയുടെ ആഗ്രഹം. 2, തന്നോട് ഒരുപാട് സ്നേഹം വെച്ച് പുലർത്തിയ, തന്നെ ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്ന് നോവിക്കാത്ത, ഒരു പരിഭവം പറയാത്ത, ഒരിക്കലും തന്നെ ദുഷിച്ച് പറയാത്ത, ഒരുപാട് നന്മയുടെ പ്രതീകമായ, തൻ്റെ എല്ലാമായിരുന്ന സേതുവിനെ ഒരിക്കൽ കൂടി കാണുക. ഈ സേതുവിനെ കാണുക എന്നുള്ളത് അവളുടെ മുഖ്യ അജണ്ടയായിരുന്നു. അങ്ങനെ അവളൊരു എക്സ്ക്യൂസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സേതു തന്നെ അവളെ ക്ഷണിക്കുന്നത്. അങ്ങനെ ആ സെലിബ്രേഷൻ നടക്കുന്ന ആ വീട്ടിലേക്ക് അവൾ 23 വർഷങ്ങൾക്ക് ശേഷം കടന്നു വരികയാണ്. അവൾക്ക് നന്നായിട്ടറിയാം, ഒരുപാട് സ്നേഹത്തോടെയൊന്നും ആരും സ്വീകരിക്കാൻ പോകുന്നില്ല. കാരണം അത്രമാത്രം ഒരു മോശം പ്രവൃത്തിയാണ് അവളുടെ ഭാഗത്തു നിന്നുണ്ടായത്. 5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകാൻ ഏത് അമ്മയാണ് തയ്യാറാവുന്നത്?
അത്തരത്തിലുള്ള ഒരു അമ്മയായിരുന്നു അഞ്ജലി. അപ്പോൾ ഇന്ന് തിരിച്ചവൾ ആ വീട്ടിൽ വന്ന് കയറിയപ്പോൾ അവളിങ്ങനെ പേടിച്ചു. തന്നെ ഇവർ ഇൻസൾട്ട് ചെയ്യുമോ, തന്നോട് മോശമായിട്ട് പെരുമാറുകയോ, തനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് പോലും അവൾ ശങ്കിച്ചു. അങ്ങനെ ആ വീട്ടിൽ വന്ന് കയറിയപ്പോൾ എല്ലാവരെയും സ്വീകരിച്ചു കൊണ്ടിരുന്ന സേതുവാണ് ആദ്യം അവളെ കാണുന്നത്. അവളെ കണ്ടപ്പോൾ അയാൾ ഒരു നിമിഷം ധരിച്ചുപോയി. വർഷങ്ങൾ കടന്നുപോയി. 23 വർഷങ്ങൾക്ക് ശേഷമാണ് അവളെ വീണ്ടും സേതു കാണുന്നത്. ആ പ്രായത്തിൻ്റെ ഒരു വ്യത്യാസം അവളിൽ നിഴലിക്കുന്നുണ്ട്. വളരെ ഫിസിക്കലി ഫിറ്റായിട്ടാണ് അവളെ കണ്ടപ്പോൾ തോന്നിയത്. വലിയൊരു മാറ്റം അവൾക്ക് വന്നിട്ടില്ല. പക്ഷേ സേതുവിന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലൊക്കെയാണ് ഇന്ന് സേതു. താടിയൊക്കെ പഴയതുപോലെ തന്നെ അല്പം നരയൊക്കെ ആയിട്ട് ഇങ്ങനെ സുമുഖനായി സുന്ദരനായിട്ട് സേതുവിനെ കണ്ടപ്പോൾ അവളും അമ്പരന്ന് പോയി. ഒരു കാലത്ത് തൻ്റെ എല്ലാമായിരുന്ന സേതു. അങ്ങനെ അവൾ അകത്തേക്ക് വന്നപ്പോൾ അവളെ നിറഞ്ഞ ചിരിയോടെ അകത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി ഇരുത്തി. എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. സേതു ഒരു ഓക്വേർഡ് മൊമെൻ്റ് ഉണ്ടല്ലോ, അത് മാറ്റാനായിട്ട് ഓടിച്ചെന്ന് ഒരു പ്ലേറ്റ് എടുത്ത് അതിനകത്ത് ഫുഡൊക്കെ ആക്കിയിട്ട് ഇവൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു. പെട്ടെന്നാണ് നമ്മുടെ പ്രണവ് ആ പാർട്ടിക്കിടയിൽ നിന്ന് അവിടേക്ക് വന്നത്. അയാൾ ഇത്തിരി വെള്ളം കുടിക്കാനായിട്ട് വന്നപ്പോഴാണ് ഇവരെ കണ്ടത്. പെട്ടെന്നൊരു സ്ത്രീയെ കണ്ടപ്പോൾ അവന് മനസ്സിലായില്ല. ആരാണെന്നറിയാൻ അവൻ അടുത്തേക്ക് വന്നപ്പോൾ അവൻ ഞെട്ടിത്തെറിച്ചു പോയി. അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ വയ്യ. അവൻ്റെ അമ്മയാണ് മുന്നിൽ നിൽക്കുന്നത്. അമ്മയാണ് എന്ന് തിരിച്ചറിഞ്ഞതും അവൻ ആദ്യം തോന്നിയത് ദേഷ്യമാണ്. അവൻ ഉറക്കെ സംസാരിച്ചു. ആരോട് ചോദിച്ചിട്ടാണ് ഈ സ്ത്രീ ഇപ്പോൾ ഇവിടെ വന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു നിമിഷത്തിൽ ആരിവർക്ക് അവകാശം കൊടുത്തു ഈ വീട്ടിലോട്ട് കയറാൻ എന്ന് അയാൾ ചോദിച്ചു. സേതുമാധവൻ ഒരു നിമിഷം ധരിച്ചുപോയി. അയാൾ തൻ്റെ മകൻ ഇത്ര ദേഷ്യപ്പെട്ടിങ്ങനെ സംസാരിക്കും എന്ന് അയാൾ കരുതിയില്ല. കുറച്ചുകൂടെ ആത്മസംയമനത്തോടു കൂടി പെരുമാറും എന്ന പ്രത്യാശയിലാണ് അവൻ ഈ അഞ്ജലിയെ ഈ പാർട്ടിക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ സേതുമാധവൻ ഇടയ്ക്ക് കയറി ഇടപെട്ടു. മോനെ, ശബ്ദം താഴ്ത്തു, ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്, ഞാനാണ് ക്ഷണിച്ചിരിക്കുന്നത്, മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ പ്രണവിൻ്റെ ദേഷ്യം ഇങ്ങനെ കൂടിക്കൂടി വരികയായിരുന്നു. 5 വയസ്സിൽ ഇട്ടെറിഞ്ഞിട്ട് പോയൊരു സ്ത്രീയാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഞാനൊരു നല്ല നിലയിൽ നിൽക്കുമ്പോൾ എന്തുദ്ദേശത്തിലാണ് ഇവർ വന്നത്? ഇനിയിപ്പോൾ അച്ഛൻ ക്ഷണിച്ചാൽ തന്നെ ഇരിക്കട്ടെ, എന്ത് മുഖത്തോടെ ആയിരിക്കണം ഇവർ തിരിച്ചു വന്നത്? അപ്പോൾ അവർക്കൊരു പ്രത്യേക അജണ്ട അതിൻ്റെ പിന്നിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ മുഖം കാണുന്നത് ഇഷ്ടമല്ല. ഇത് എൻ്റെ വിജയ നിമിഷമാണ്. എനിക്ക് ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കേണ്ടതാണ്. എനിക്കെൻ്റെ ഒരുപാട് കർത്തവ്യങ്ങൾ എനിക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. നിങ്ങളെപ്പോലെയല്ല, ഐ എം എ വെരി റെസ്പോൺസിബിൾ പേഴ്സൺ. അതുകൊണ്ട് എത്ര എളുപ്പം ഈ സ്ഥലം കാലി കുക്കികളാ, ഇവിടുന്ന് പോയിക്കോളാം, എനിക്ക് നിങ്ങളുടെ മുഖം കാണണ്ട, അത് കാണുമ്പോൾ എനിക്കങ്ങ് അരിശമാണ് എന്ന് ദേഷ്യപ്പെട്ട് ഈ പ്രണവ് അവരുടെ മുന്നിൽ അങ്ങ് പറയുകയാണ്. സേതുമാധവൻ ആകെ വല്ലാതെ ആയിപ്പോയി. അയാൾ പെട്ടെന്ന് പ്രണവിൻ്റെ കൈ പിടിച്ച് തൊട്ടടുത്ത മുറിയിലേക്ക് വലിച്ചൊഴിച്ചുകൊണ്ട് പോയി. മോനെ, നീ എന്തായി കാണിക്കുന്നത്? ഞാൻ ക്ഷണിച്ചിട്ടാണ് നിൻ്റെ അമ്മ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നീ ഇത്രയും വലിയൊരു സ്ഥിതിയിലെത്തുമ്പോൾ അത് കാണാനുള്ള ഒരു അവകാശം നിന്നെ പ്രസവിച്ച് 5 വയസ്സ് വരെയെങ്കിലും വളർത്തിയല്ലോ ആ അമ്മയ്ക്ക് ഉണ്ട് എന്നുള്ളൊരു ധാരണയിലാണ് ഞാനത് ചെയ്തത്. നിന്നോട് ചോദിച്ചാൽ നീ അത് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ സ്വയം ഒരു തീരുമാനം എടുത്ത് അവരെ വിളിച്ചു വരുത്തിയത്. എൻ്റെ ഗസ്റ്റായിട്ട് വന്ന അവരെ നീ ഒരു കാരണത്താലും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. അവഹേളിക്കുന്നത് മോശമാണ്. ഞാൻ നിന്നെ പഠിപ്പിച്ചതും വളർത്തിയതൊന്നും അങ്ങനെയല്ല എന്ന് പല കാരണങ്ങൾ പറഞ്ഞ് പ്രണവിനെ ആശ്വസിപ്പിക്കുവാൻ നോക്കുകയാണ്. പക്ഷേ പ്രണവ് ഇതൊന്നും കേൾക്കുന്ന ഒരു സിറ്റുവേഷനിലേ അല്ല. അവൻ പറഞ്ഞു, അച്ഛന് ഒരു 100 ന്യായീകരണം ഉണ്ടാവും ആ സ്ത്രീയെ ഇവിടെ വിളിച്ചു വരുത്തി സൽക്കരിക്കാനായിട്ട്. പക്ഷേ എനിക്ക് ഒരൊറ്റ കാരണമേ ഉള്ളൂ. 8 മുട്ടും തിരിയാത്ത പ്രായത്തിൽ എന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പോലും ചിന്തിക്കാതെ സ്വന്തം ലൈഫ് അന്വേഷിച്ച് പോയവരാണ് അവർ. ഒരു മാപ്പ് അർഹിക്കുന്നില്ല, കാരുണ്യം അർഹിക്കുന്നില്ല, പരിഗണന അർഹിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊന്നും ഞാൻ അവർക്ക് ചെയ്യാൻ കടമപ്പെട്ടിട്ടില്ല, ഞാൻ ചെയ്യത്തുമില്ല. ഇങ്ങനെ ദേഷ്യപ്പെട്ടിവനിങ്ങനെ വോയിസ് റേസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അപ്പുറത്തെ മുറിയിൽ നിന്നും നമ്മുടെ അഞ്ജലി ഇതെല്ലാം കേൾക്കുകയാണ്.
അവൾക്കങ്ങ് ദേഷ്യവും സങ്കടവും പരിഭവവും എന്തൊക്കെയോ തോന്നി. ഒരു സമ്മിശ്രമായിട്ടുള്ളൊരു ഇമോഷനിലൂടെ അവൾ പോവുകയായിരുന്നു. അഞ്ജലി അങ്ങേയറ്റത്തെ ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റ് കയ്യിലുണ്ടായിരുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പ്ലേറ്റ്, പിഞ്ഞാണ പ്ലേറ്റാണ്, ദേഷ്യത്തിൽ അവൾ അതിങ്ങനെ തറയിൽ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയായിരുന്നു. അത് വലിയ ശബ്ദത്തിലാണ് അത് താഴെ വീണ് പൊട്ടി ചിന്നിച്ചിത്തെറിഞ്ഞത്. അത് കേട്ട് നമ്മുടെ സേതുവും പ്രണവും കൂടി അവിടേക്ക് ഓടി വന്നു. പ്രണവിനിത് കണ്ടപ്പോൾ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നിങ്ങളെന്നെ പ്രസവിച്ചതാണ് എന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഈ സിറ്റി പോലീസ് കമ്മീഷണറാണ്. അനാവശ്യം ആര് കാണിച്ചാലും ചോദിക്കാൻ അധികാരപ്പെട്ട ഒരാളാണ്. എൻ്റെ വീട്ടിൽ കയറി വൃത്തികേട് കാണിച്ചാൽ നടക്കുന്നത് വേറെയാണ്. അതുകൊണ്ട് ഒരു ലാസ്റ്റ് വാർണിംഗ് തരാം, നിങ്ങൾ തന്നെ ഇത് മുഴുവൻ വൃത്തിയാക്കിയിട്ട് എത്ര എളുപ്പം സ്ഥലം കാലിയാക്കി പോയിക്കോണം. ഈ മുഖം എനിക്ക് കാണുന്നതേ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യത്തിൽ അവിടെ നിന്നങ്ങ് പോവുകയാണ്. അഞ്ജലി തകർന്നു പോവുകയാണ്. അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ നമ്മുടെ സേതു ആകെപ്പാടെ വിഷമിച്ചു. അവളിങ്ങനെ എന്താ പറയുക, ഒരു സ്ത്രീക്ക് ദേഷ്യം കൂടുതലാവുമ്പോൾ കരച്ചിലായിട്ട് മാറും. അവളിങ്ങനെ പൊട്ടിക്കരഞ്ഞ് വീണു പോകുന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ നമ്മുടെ സേതു അവളെ താങ്ങി കട്ടിലിൽ പിടിച്ച് ഇരുത്തുകയാണ്. നമ്മുടെ അഞ്ജലി കണ്ണ് പൊത്തി വെച്ച് ആ കട്ടിലിരുന്ന് ഉറക്കെ കരയുകയാണ്. ഇനി കരഞ്ഞിട്ട് എന്ത് കാര്യമല്ലേ, പക്ഷേ മനുഷ്യന് സങ്കടം വന്നാൽ കരയുമല്ലോ. പ്രത്യേകിച്ച് സ്ത്രീകൾ അവരേറ്റവും വെൻറ്റ് ഔട്ട് ചെയ്യുന്നത് കരച്ചിലിലൂടെയാണ്. അങ്ങനെ അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. നമ്മുടെ സേതുവിന് ആ കരച്ചിൽ കാണാനുള്ള ശക്തി ഉണ്ടായില്ല. അവനിങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ അഞ്ജലി അവൻ്റെ കയ്യിലൊന്ന് പിടിച്ചു. ഒരു നിമിഷം അവൻ ഒന്ന് റീവൈൻഡ് ചെയ്തു. പണ്ടെപ്പോഴും അങ്ങനെ അവരുടെ ജീവിതം തുടങ്ങിയ സമയത്ത് ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ വരുമല്ലോ. അഞ്ജലിയാണ് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത്. ഒച്ച വയ്ക്കും, ബഹളം ഉണ്ടാക്കും, നിലവിളിക്കും, സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കും, ഇതൊക്കെ ചെയ്യും അവൾ. അപ്പോഴൊക്കെ നമ്മുടെ സേതു വളരെ നല്ലവനായിട്ട് മിണ്ടാതിരിക്കും. അവനുള്ളിൽ ദേഷ്യവും സങ്കടവും ഒക്കെ വരും, പക്ഷേ അവനതൊന്നും പറയാറില്ല. താനും കൂടി പറഞ്ഞ് അവളെ വിഷമിപ്പിക്കണ്ട എന്നോർത്ത് നല്ലവനായ സേതു മിണ്ടാതിരിക്കുകയുള്ളൂ. ആ മൗനം നമ്മുടെ അഞ്ജലിക്ക് ഒരുപാട് നൊമ്പരം ഉണ്ടാക്കും. അവളുടെ തെറ്റുകളെ തിരിച്ചറിയും. ഒടുവിൽ അവൻ്റെ കയ്യിൽ പിടിച്ച് അടുത്തിരുത്തി പശ്ചാത്തപിച്ച് ഇനി ചെയ്യില്ല എന്ന് അവൾ സ്വയമേ അങ്ങ് പറയും. അങ്ങനെ പറയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവൻ മിണ്ടാതിരിക്കുന്നത് കാണുമ്പോൾ അഞ്ജലി പലപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ അവൾ കൈ പിടിച്ചപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സേതുവിന് ഓർമ്മ വന്നത്. എന്തായാലും സേതു അവൾ കൈ പിടിച്ച് അരികിലിരുത്തി, അവനെ കട്ടിലിനടുത്തിരുത്തി. അവളിങ്ങനെ പഴയ കാലങ്ങളിലേക്ക് പതിയെ പറഞ്ഞു പോവുകയാണ്. അവൾ പറഞ്ഞു, സേതു, ഞാൻ സേതുവിനോട് കാണിച്ചത് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ്. ഞാൻ എന്തിന് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. വളരെ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടതകളും പരാധീനതകൾക്കിടയിലും വളർന്ന എനിക്ക് വലുതായപ്പോൾ സേതുവിനെ ഭർത്താവായിട്ട് കിട്ടി. ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് സഹിഷ്ണുതയോടെ, ഒരുപാട് നന്മയോടെ നമ്മൾ ജീവിതം ആരംഭിച്ചു. പക്ഷേ എവിടെയോ അതെനിക്ക് പോരാതെ വന്നു. ഞാൻ വഴിതെറ്റിപ്പോയി. അപ്പോഴും മൗനം പാലിച്ച് സേതു ഒപ്പമുണ്ടായിരുന്നു. എന്തുകൊണ്ട് സേതു എന്നോടൊരു വാക്ക് പറഞ്ഞില്ല? എന്തുകൊണ്ട് മറ്റുള്ള ഭർത്താക്കന്മാരെ പോലെ എന്നെ അടിച്ചില്ല? എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയില്ല? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ലൈഫ് എത്ര ഭംഗിയായിട്ട് മുന്നോട്ട് പോയേനെ. ഈ ഒരു ദുരവസ്ഥ എനിക്കും നമ്മുടെ കുടുംബത്തിനും ഉണ്ടാവുമായിരുന്നില്ലല്ലോ എന്നവൾ കരഞ്ഞുകൊണ്ട് അടുത്തിരിക്കുന്ന സേതുവിനോട് പറഞ്ഞു. അവൾ പറയുന്നത് കേട്ട് ആ പഴയ കാലഘട്ടത്തിലേക്ക് അവനും ഒന്ന് ഒഴുകിപ്പോയി. പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലം, യൂണിവേഴ്സിറ്റി കോളേജിലാണ് നമ്മുടെ സേതുവും അഞ്ജലിയും ഒക്കെ പഠിച്ചത്. സേതുവിനേക്കാൾ ഒരു 2-3 വയസ്സ് താഴെയാണ് അഞ്ജലി. ആ കോളേജിലെ സകല വിദ്യാർത്ഥിനികളുടെ ഏറ്റവും ഫേവററ്റ് ആയിരുന്നു നമ്മുടെ സേതു മാധവൻ. കാരണം നന്നായി പാടും, ചിത്രകാരൻ, ശില്പിയാണ്, നല്ല മനസ്സിനുടമയാണ്, നന്മയുള്ളവനാണ്. അത് തിരിച്ചറിഞ്ഞതുകൊണ്ട്
ആ കോളേജിലെ എല്ലാ വിദ്യാർത്ഥിനികളും മത്സരിച്ചു സേതുവിനെ സ്വന്തമാക്കാനായിട്ട്. ഒടുവിൽ നറുക്ക് വീണത് നമ്മുടെ അഞ്ജലിക്കാണ്. അഞ്ജലിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടും പരാധീനതകളും അതൊക്കെ അതിജീവിച്ചാണ് നമ്മുടെ അഞ്ജലി കോളേജ് പഠന കാലത്തേക്ക് എത്തിയിരിക്കുന്നത്. അത്രയൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് അവളോടൊരു സിമ്പതി കൂടി ഉണ്ടായിരുന്നു നമ്മുടെ സേതുവിന്. അതും അവരുടെ പ്രണയത്തിന് ഒരു കാരണമായി എന്ന് വേണമെങ്കിൽ പറയാം. അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ അച്ഛൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല. അമ്മ ഒരു സ്കൂളിലെ അധ്യാപിക, റിട്ടയർ ചെയ്യാൻ പോവുകയാണ്. ഒരു സഹോദരിയുണ്ട്, വിവാഹം കഴിച്ചു. ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് വലിയ നീരസമുണ്ടായി. അമ്മ ഇവനെ പാടെ അങ്ങ് മാറ്റി നിർത്തി. പക്ഷേ നമ്മുടെ സേതു ആകട്ടെ വളരെ ആദർശവാദിയായിരുന്നു. അവന് ഒരു പെണ്ണിനോട് ഒപ്പം ജീവിക്കാം, അല്ലെങ്കിൽ നീ എൻ്റെ ലൈഫ് പാർട്ട്ണറാണ് എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അങ്ങനെ അഞ്ജലിയും സേതുവുമായിട്ടുള്ള ഒരു വിവാഹം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടക്കുകയാണ്. അവരവരുടെ ജീവിതം ആരംഭിച്ചു. അന്ന് അവർക്ക് വരുമാനം എന്ന് പറയുന്നത്, നമ്മുടെ സേതു നല്ല ചിത്രകാരനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പടം വരയ്ക്കുന്ന അങ്ങനത്തെ കുറേ അവസരങ്ങളിലൂടെ അവന് കിട്ടുന്ന പൈസ വെച്ചാണ് അവർ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയത്. അവൻ ചെയ്യാത്ത തൊഴിലില്ല എന്ന് പറയാം. ചിത്രം വരയ്ക്കും, പോർട്രേറ്റ്സൊക്കെ വരച്ചു കൊടുക്കും, ഹോർഡിങ്സൊക്കെ വരച്ചു കൊടുക്കും, വീട്ടിനകത്തൊക്കെ ഡെക്കറേഷൻ ആവശ്യമുള്ള പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യും. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവൻ്റെ ആ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ സേതു തൻ്റെ എല്ലാ ഈഗോയും മാറ്റിവെച്ച് വളരെ കഷ്ടപ്പെട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇവർക്ക് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. നമ്മുടെ പ്രണവ് ജനിച്ചു. പ്രണവ് ജനിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇവർ രണ്ടുപേരും ഒരുപാട് സർക്കാർ ഉദ്യോഗത്തിന് വേണ്ടിയിട്ട് ടെസ്റ്റുകൾ എഴുതാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ യൂണിവേഴ്സിറ്റി ഓഫീസിൽ ജോലി നമ്മുടെ അഞ്ജലിക്ക് കിട്ടുകയാണ്. പക്ഷേ നമ്മുടെ സേതു ആകട്ടെ അതിൽ സന്തോഷിക്കുകയും ചെയ്തുള്ളൂ. അവൾക്ക് ജോലി കിട്ടിയ ആ അവസ്ഥയിൽ നമ്മുടെ പ്രണവ് കൈക്കുഞ്ഞാണ്. അന്ന് ആ കുഞ്ഞിനെ നോക്കാനായിട്ട് അവൾക്ക് മറ്റാരുമില്ല. അവളുടെ അച്ഛനും അമ്മയുമായിട്ട് അവൾ പിണങ്ങി, അങ്ങനെ ഒരു സ്നേഹമില്ല. അവരൊക്കെ പിരിഞ്ഞാണ് അവൾ ഇങ്ങോട്ട് വന്നത്. എന്നാൽ സേതുവിൻ്റെ അമ്മ പാടെ അവനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ നോക്കാൻ മറ്റാരുമില്ല. അപ്പോൾ സേതു മുൻകൈ എടുത്ത് പറയുകയാണ്, ഞാൻ നോക്കിക്കോളാം. അന്നു മുതൽ അവൻ ടെസ്റ്റൊക്കെ എഴുതുന്നത് നിർത്തി ആ കുഞ്ഞിൻ്റെ കാര്യം നോക്കി, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി. എന്നാൽ അവൻ ജോലിയും കൂടി ചെയ്തുകൊണ്ട് ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ നമ്മുടെ അഞ്ജലിക്ക് ഒരു ലോട്ടറി ടിക്കറ്റ് അടിച്ചു എന്ന് തന്നെ പറയാം. അഞ്ജലിയുടെ കൂടെയുള്ള മറ്റു സുഹൃത്തുക്കളെല്ലാവരും അവളെ കണ്ടങ്ങ് അസൂയപ്പെടുകയാണ്. കാരണം അഞ്ജലിക്ക് ഭാഗ്യത്തിൻ്റെ മേൽ ഭാഗ്യമാണ്. ഏറ്റവും സുന്ദരനായ, ഏറ്റവും സുമുഖനായിട്ടുള്ള, ഏറ്റവും നല്ലവനായിട്ടുള്ള ഭർത്താവിനെ അവൾക്ക് കിട്ടി. സർക്കാർ ജോലി കിട്ടി. ജോലി കിട്ടിയ മാത്രമല്ല, കുഞ്ഞിനെ നോക്കാനായിട്ട് സ്വന്തം ഭർത്താവ് ടെസ്റ്റൊന്നും എഴുതാതെ മറ്റു ജോലികൾ അഡ്ജസ്റ്റ് ചെയ്ത് ആ കുഞ്ഞിനെയും കൂടെ നോക്കി ഇവളെ സഹായിക്കുകയാണ്. അങ്ങനെ ഇവളോടങ്ങ് എല്ലാവർക്കും അസൂയയാണ്. നമ്മുടെ സേതുമാധവനാകട്ടെ അവനിതൊന്നും ഒരു വലിയ സംഭവമാണെന്നുള്ള രീതിയിലോ ഒരു ത്യാഗം എന്ന നിലയിലൊന്നുമല്ല അവൻ ചെയ്യുന്നത്. അവൻ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണത്. അവന് അവൻ്റെ ഭാര്യയോട് സ്നേഹമാണ്, അവൻ്റെ കുഞ്ഞിനോട് സ്നേഹമാണ്. ആ ഒരു നിലയ്ക്കാണ് അവനിതെല്ലാം ചെയ്തു വരുന്നത്. അപ്പോൾ അഞ്ജലിക്ക് ലൈഫ് കുറച്ചുകൂടെ ഈസിയായി. അഞ്ജലി അവളുടെ ജോലിയും അവളുടെ ലൈഫുമായിട്ട് ഇങ്ങനെ കുറച്ച് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ജീവിച്ചു തുടങ്ങി. അതേസമയം നമ്മുടെ സേതു അങ്ങേറ്റം സ്ട്രഗിൾ ചെയ്യുകയാണ്. പക്ഷേ ആ വിഷമതകൾ അവൻ ആരെയും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരൊറ്റ ജീവനോട് പോലും അവൻ്റെ സങ്കടങ്ങൾ, പരാധീനതകൾ, പ്രയാസങ്ങൾ, മനപ്രയാസമൊന്നും അവൻ പറഞ്ഞിട്ടേ ഇല്ല. അവനിതെല്ലാം വളരെ സൈലൻ്റായിട്ട് ഉള്ളിലൊതുക്കി നന്നായിട്ട് നല്ല ജീവിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നും രാവിലെ അലാറം വയ്ക്കുന്നത് നമ്മുടെ സേതുവാണ്. കാരണം സേതുവാണ് ആദ്യം ഉണരുന്നത്. അലാറം കേൾക്കുമ്പോൾ നമ്മുടെ അഞ്ജലി ആകട്ടെ പുതപ്പിനിടയിൽ നിന്ന് ഇങ്ങനെ പറയും, സേതു ആ അലാറം ഒന്ന് ഓഫ് ചെയ്യുക, എനിക്ക് ഇച്ചിരി ഉറങ്ങണം എന്ന് പറയും. എല്ലാ ദിവസവും പറയും. അപ്പോൾ നമ്മുടെ സേതു ചാടി എഴുന്നേറ്റ് അലാറം ഓഫ് ചെയ്യും. അയാൾ ഓടിപ്പോയി മുഖം കഴുകി പല്ല് തേച്ച് കുളിച്ച് അയാൾ തന്നെയാണ് ആദ്യം പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുന്നത്. അത് അവൻ്റെ അമ്മ പഠിപ്പിച്ച ശീലമാണ്. വിളക്കൊക്കെ കൊളുത്തി പാല് വന്നിട്ടുണ്ടാവും, അത് കാച്ചി സ്വന്തമായിട്ട് ചായ ഇട്ട് കുടിക്കും. കുഞ്ഞിന് കൊടുക്കാനായിട്ട് ഇത്തിരി പാല് ചൂടാക്കി വയ്ക്കും. കുറച്ച് കോൺഫ്ലെക്സിൽ പാലൊക്കെ ഒഴിച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് അതെടുത്ത് വയ്ക്കും. എന്നിട്ട് നമ്മുടെ പ്രണവിനെ വന്ന് ഉണർത്തി അവനെ മുഖമൊക്കെ കഴുകിപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് പാല് കുടിപ്പിച്ചിട്ട്
ഹോംവർക്ക് ചെയ്യാനായിട്ട് ഇരുത്തിയിട്ട് ഇവന് പത്രമൊക്കെ വായിക്കും. അത് കഴിഞ്ഞ് ഇവൻ കൊണ്ടുവന്ന് കുഞ്ഞിനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി യൂണിഫോമൊക്കെ ഇടിയിച്ച് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് ഇവൻ തനിക്കൊരു ചക്ര സ്കൂട്ടറുണ്ട്. ആ സ്കൂട്ടറിലാണ് ഇവന് ഈ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടാക്കുന്നത്. അപ്പോഴും നമ്മുടെ അഞ്ജലി പുതപ്പിനടിയിൽ ഉറക്കത്തിലായിരിക്കും. അവൾക്ക് 10 മണിക്കാണല്ലോ ഓഫീസുള്ളത്. വീട്ടിൻ്റെ അടുത്താണ് ഓഫീസ്. അപ്പോൾ പതുക്കെ എഴുന്നേറ്റാൽ മതി എന്നുള്ള രീതിയിൽ അവൾ സുഖമായിട്ട് ഉറക്കമായിരിക്കും. നമ്മുടെ നല്ലവനായ സേതു ഈ കുഞ്ഞിനെ കൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഒരു തട്ടുകട പോലെയുണ്ട്. രാവിലെ അവർ പ്രവർത്തിച്ച് തുടങ്ങും. അവിടെ പോയി കുഞ്ഞിൻ്റെ ടിഫിൻ ബോക്സിൽ ഇഡ്ഡലിയോ പുട്ടോ പൂരിക്കിഴങ്ങോ ഏതെങ്കിലും ഒരെണ്ണം അവൻ വാങ്ങിച്ച് ടിഫിൻ ബോക്സിലാക്കിയിട്ട് ഇവനെ കൊണ്ട് സ്കൂളിലാക്കിയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഇവനും ഇവൻ്റെ ഭാര്യയ്ക്കും കഴിക്കാനുള്ളത് ആ തട്ടുകടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ ലൈഫ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ നമ്മുടെ അഞ്ജലിക്ക് വളരെ ഈസിയാണ് ലൈഫ്. ഒട്ടുമിക്ക കാര്യങ്ങളും ചെയ്യുന്നത് സേതു ആയതുകൊണ്ട്. നമ്മുടെ ഈ അഞ്ജലിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടാണല്ലോ വന്നത്. ഇന്ന് അവൾക്ക് നല്ലൊരു ജോലിയുണ്ട്, വീട്ടിലധികം റെസ്പോൺസിബിലിറ്റീസ് ഇല്ല. അത് മുഴുവൻ സേതു ഒരു അക്ഷരം സംസാരിക്കാതെ ചെയ്യുന്നത് കൊണ്ട് ഇവളങ്ങ് ലൈഫിനെ കാണുന്നത് വേറെ രീതിയിലാണ്. ഇത് തനിക്ക് എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ള ലൈഫാണ്, താൻ ഡിസേർവ് ചെയ്യുന്ന ഒരു ലൈഫാണെന്ന് അവളങ്ങ് വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. എത്രയൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചാലും ഏതൊക്കെ നിലയിലെത്തിയാലും നമുക്ക് നമ്മളോട് ഫാമിലിയോടും നമ്മുടെ കുട്ടികളോടും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആണായാലും പെണ്ണായാലും ഉണ്ട്. ഇതിൽ ആര് വിസ്മരിച്ചാലും ആ ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും. ഇവിടെ നിർഭാഗ്യവശാൽ അത് അഞ്ജലിക്കാണ് അത്തരത്തിൽ പെരുമാറുന്നതെന്നുള്ളതാണ്. അങ്ങനെ അഞ്ജലി കിട്ടുന്ന കാശ് മുഴുവൻ സ്വന്തമായിട്ട് നല്ല ഡ്രസ്സ് വാങ്ങിക്കുക, ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുക, കോസ്മെറ്റിക്സൊക്കെ വാങ്ങിക്കുക, സിനിമയ്ക്ക് പോവുക, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങുക, സിനിമ, അങ്ങനെ ഇവളുടെ ലൈഫ് ഇവളങ്ങ് ലാവിഷായിട്ട് അങ്ങ് ആഘോഷിച്ച് സെലിബ്രേറ്റ് ചെയ്ത് അങ്ങ് തീർക്കുകയാണ്. എന്നാൽ മറുവശത്ത് നമ്മുടെ സേതു വളരെ കഷ്ടപ്പെടുകയാണ്. അവന് ഈ ചിത്രകാരന്മാർക്കൊക്കെ വളരെ ചെറിയ പൈസ കിട്ടത്തുള്ളൂ. എങ്കിലും അതെല്ലാം പോയി ചെയ്ത് എന്ത് ജോലി കിട്ടിയാലും അവൻ ചെയ്യും. അവിടെ നിന്ന് കിട്ടുന്ന കാശ് വെച്ചാണ് അവൻ ഇതെല്ലാം മാനേജ്. ഒരിക്കൽ പോലും അവൻ എൻ്റെ ഭാര്യയെടുത്ത് പൈസ ചോദിച്ചിട്ടില്ല. നീ എന്തുകൊണ്ട് ഈ ജോലി ചെയ്യുന്നില്ല, നീ എന്തുകൊണ്ട് കുക്ക് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു കംപ്ലയിൻസോ ഒന്നും അവൻ പറയുന്നില്ല. അതിന് കാരണം അവൻ്റെ ചെറുപ്പത്തിൽ അവൻ്റെ അച്ഛൻ അവൻ്റെ അമ്മയെ ഉപദ്രവിക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട്. അവൻ്റെ അമ്മ വിഷമിക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മ പലപ്പോഴും അവനെ പിടിച്ചു നിർത്തി പറയും, കണ്ടോ മോനെ, എന്ത് കഷ്ടപ്പെടുത്തുന്നു, എൻ്റെ പൊന്നുമോൻ വലുതായി കല്യാണം കഴിച്ച ഒരു പെണ്ണിനെ കൊണ്ടുവരുമ്പോൾ ഇതുപോലെ ഒന്നും ചെയ്യരുതേ എന്നവർ അന്നത്തെ സങ്കടത്തിൽ മകനോട് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് അത്രയും സേതു ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവൻ ഇന്ന് ഈ അഞ്ജലിയോട് ഒരക്ഷരം പോലും സംസാരിക്കുകയോ എതിർത്ത് പറയുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യാത്തത്. അത് അഞ്ജലിക്ക് വളരെ അനുകൂലമായിട്ടങ്ങ് മാറുകയാണ്. അങ്ങനെ ലൈഫ് മുന്നോട്ട് പോയി. സേതുമാധവൻ്റെ അമ്മ തറവാട് വീട് വിൽക്കുകയാണ്. കാരണം അവരുടെ മകൾക്ക് ഷെയർ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. ആ ഷെയർ കൊടുത്തിട്ട് സേതുവിൻ്റെ ഷെയർ കൊടുക്കാതെ അവർ പിടിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ തറവാട് വിറ്റ് കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റർ ഈ അമ്മയും കൂട്ടിക്കൊണ്ടുപോയി. സേതുവിൻ്റെ ഷെയർ കൂടി തനിക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് സേതുവിൻ്റെ സിസ്റ്റർ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി മകൻ സേതു ഇവിടെ ഒത്തിരി കഷ്ടപ്പെടുകയാണ്, അപ്പോൾ അവനെ ഒന്ന് സഹായിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഇവരൊരു ഭാഗം സൂക്ഷിച്ചു വെച്ചിരുന്നല്ലോ, അത് സേതുവിന് മകളറിയാതെ എടുത്തു കൊടുക്കുകയാണ്. ഇതറിഞ്ഞപ്പോൾ മകൾക്ക് ദേഷ്യം വരുന്നു. മകൾ ആ പൈസ പ്രതീക്ഷിച്ചാണ് അമ്മയെ കൂടെ നിർത്തിയിരിക്കുന്നത്. അവർ നിരുപാധികം അമ്മയെ വീട്ടിൽ നിന്നും പുറത്താക്കി. ഈ ഷെയർ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ സേതുവിന് വലിയ സന്തോഷമായി. സേതു എന്ത് ചെയ്തു, ആ പൈസ വെച്ച് ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചു. ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റാണ്, ഒരു 2 ബെഡ്റൂം, ഒരു സാധാരണ അപ്പാർട്ട്മെൻറ്റ് അയാൾ സ്വന്തമാക്കി. ഇത് മേടിച്ചെല്ലാം കഴിഞ്ഞപ്പോഴാണ് സിസ്റ്റർ ഈ കാര്യം അറിയുന്നതും അമ്മയെ പുറത്താക്കുന്നതും. അപ്പോൾ ഈ അമ്മയെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അമ്മയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. തിരിച്ച് അഞ്ജലിക്കാണെങ്കിൽ വളരെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളൊരു സ്ത്രീയാണ് അവർ. അവർക്ക് ഈ സേതുവിൻ്റെ അമ്മയോട് പരമപുച്ഛമാണ്. കാരണം അവൾ ഇന്ന് ജോലി നേടിയിട്ടുണ്ട്, സമ്പാദ്യമുണ്ട്, അവൾക്ക് അവരെയൊന്നും ഒരു വകയില്ലാത്ത രീതിയിലാണ്. പലപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല എന്ന്.
അത് മറന്നുപോയ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ അഞ്ജലി. എന്തായാലും ഈ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാക്കാതിരിക്കാൻ ഒടുവിൽ സേതു തന്നെ കുറച്ച് മാറി ഒരു വീട് അമ്മയ്ക്ക് ശരിയാക്കി കൊടുക്കുകയാണ് വാടകയ്ക്ക്. ആ അമ്മ വാടകയ്ക്ക് ആ വീട്ടിലോട്ട് പോവാണ്. അവർ റിട്ടയർഡ് അധ്യാപികയാണ്, പെൻഷൻ കിട്ടും, ആ പൈസ വെച്ചാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ തറവാട് വീട് വിറ്റതിൻ്റെ ഓഹരി ഇവന് കൊടുത്തത് കൊണ്ടാണല്ലോ സിസ്റ്റർ അമ്മയെ പുറത്താക്കിയത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗിൽറ്റി ഒരു ഫീലിംഗ് നമ്മുടെ സേതുവിനുണ്ട്. നല്ലവനല്ലേ ഈ സേതു. അപ്പോൾ സേതു എല്ലാ ഞായറാഴ്ചയും അമ്മയെ കാണാൻ പോവും. തനിക്ക് കിട്ടുന്ന തൻ്റെ വരുമാനത്തിൽ നിന്നും ഒരു എത്ര രൂപ എന്നൊന്നും കണക്കില്ല, എത്ര കിട്ടുന്നോ അതിൻ്റെ ഒരു ഭാഗം അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കും. അമ്മയ്ക്ക് ആവശ്യമുള്ള മരുന്ന് വാങ്ങിച്ചു കൊടുക്കും, വീട്ടിനാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. ഇതൊന്നും ഒരു കൃത്യ കണക്കൊന്നുമില്ല, പക്ഷേ അവൻ മാക്സിമം ചെയ്യാൻ പറ്റുന്നത് അത്രയും അവൻ അമ്മയ്ക്ക് ചെയ്യാറുണ്ട്. അമ്മ പലപ്പോഴും പറയും, വേണ്ട മോനെ എനിക്ക് പെൻഷനുണ്ട്, അത് മതിയാവും, ഞാൻ അതുകൊണ്ട് ജീവിച്ചോളാം. പക്ഷേ അവനാകട്ടെ ആ അമ്മയോട് പോയി ഞാൻ ഇത്ര തരാം മേടിച്ചു കൊള്ളൂ എന്നൊന്നും പറയത്തില്ല. പകരം ആ മേശ വലിപ്പിൽ ആ പൈസ അങ്ങ് വെച്ചിട്ടായിരിക്കും അവൻ വരുന്നത്. അടുക്കളയിൽ പോയി ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ വെച്ചേക്കും. അവൻ മരുന്നൊക്കെ വയ്ക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടെ മരുന്നൊക്കെ വാങ്ങിച്ച് തീരുന്നതനുസരിച്ച് വയ്ക്കാറുണ്ട്. അങ്ങനെ വളരെ റെസ്പോൺസിബിളായിട്ടുള്ള ഒരു വ്യക്തി. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. ഇന്ന് ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുകയാണ്. അപ്പം അതുപോലെ നേരത്തെ എഴുന്നേറ്റു, കുഞ്ഞിനെ റെഡിയാക്കി സ്കൂളിൽ കൊണ്ടിട്ടിട്ട് തിരിച്ചു വന്നപ്പോഴാണ് നേരെ എതിരെയുള്ള ഫ്ലാറ്റ് ഓൾറെഡി താമസിച്ചിരുന്നവർ വിറ്റിട്ട് പോയി. അവരുടെ അടുത്തുനിന്ന് ഒരു കപ്പിളാണ് വാങ്ങിച്ചത്, തമിഴ്നാട്ടിലുള്ള ഒരു കപ്പിളാണ് വാങ്ങിച്ചത്. അവരവിടെ താമസം തുടങ്ങുകയാണ്. പെയിൻ്റൊക്കെ അടിച്ച് അവർ ഗൃഹപ്രവേശം നടത്തുകയാണ്. നോക്കിയപ്പോൾ ഒരു തമിഴ് കപ്പിൾ, നാഗരാജൻ ഐശ്വര്യലക്ഷ്മി, അവരാണ് അവിടെ താമസിക്കാൻ വരുന്നത്. അപ്പോൾ ഇയാൾക്ക് സന്തോഷമായി, കാരണം വീട്ടിലൊരു എനിക്കൊക്കെ ആയല്ലോ. അപ്പാർട്ട്മെൻറ്റിൽ ഈ 2 അപ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. അപ്പോൾ ലിഫ്റ്റ് കയറി വന്ന 2 അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസിങ് അപ്പാർട്ട്മെൻറ്റ്സ്. ആ അപ്പാർട്ട്മെൻറ്റിൽ ഒരു പുതിയ താമസക്കാർ വന്നു. അപ്പോൾ അവൻ വീട്ടിനകത്ത് പോയി മുഖമൊക്കെ കഴുകി ഇവൻ്റെ ബാഗൊക്കെ തൂക്കിയിട്ട് ഇവൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ബാൽക്കണിയിലാണ്. ബാൽക്കണിയിൽ നോക്കിയപ്പോൾ തൊട്ടടുത്ത് നേരെ ഓപ്പോസിറ്റ് ബാൽക്കണിയിൽ നാഗരാജൻ അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ട്. അപ്പോൾ അയൽവാസിയാണല്ലോ, ഒരു ആദ്യമായിട്ട് താമസിക്കാൻ വന്നു, ഒരു ഹലോ പറയാവുന്ന രീതിയിലായിരുന്നു. കൈതട്ടി വിളിച്ചപ്പോൾ നമ്മൾ നാഗരാജൻ അവിടെ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അയാളിങ്ങനെ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഇയാൾ വളരെ സ്നേഹത്തോടെ ഹലോ എന്നിങ്ങനെ കൈ കാണിച്ചു. നാഗരാജൻ ഇവനെ കണ്ടിട്ട് ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്തില്ല. അവൻ തിരിഞ്ഞു നിന്ന് മൈൻഡ് ചെയ്യാതെ സിഗരറ്റ് വലിക്കുകയാണ്. നമ്മുടെ സേതുവിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എങ്ങനെ മനുഷ്യർക്ക് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും അല്ലേ? പുതിയൊരു വീട്ടിൽ താമസിക്കാൻ വരുന്നു, തൊട്ടടുത്ത അയൽവാസി ഒരു ഹലോ പറഞ്ഞപ്പോൾ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന നാഗരാജൻ. അപ്പോൾ സേതു മനസ്സിലാക്കി ഇയാളുടെ സ്വഭാവം ഇതാണ്, ആയിക്കോട്ടെ അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മളും അതേപോലെ പെരുമാറിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അയാൾ അങ്ങനെ ആരുമായിട്ടും വഴക്കുണ്ടാക്കുന്ന ടൈപ്പൊന്നും അല്ല, ഞാൻ പറഞ്ഞല്ലോ. താല്പര്യമില്ലെങ്കിൽ വേണ്ടാന്ന് വിചാരിച്ച് സേതു അകത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അഞ്ജലി കുളിച്ച് റെഡിയായി ബാഗൊക്കെ തൂക്കി ഈ സേതു വാങ്ങിക്കൊണ്ടുവച്ച ഭക്ഷണം കഴിച്ചിട്ട് അവൾ ഓഫീസിലേക്ക് പോയി. അപ്പോഴും തൊട്ടടുത്ത വീട്ടിലിങ്ങനെ പല ബഹളങ്ങൾ നടക്കുകയാണ്. പശുവിനെ കൊണ്ട് കയറ്റുന്നു, വീട്ടിൽ മുൻവശത്ത് ഇങ്ങനെ പൊങ്കൽ വയ്ക്കുന്നു, വീട്ടിൽ നിറച്ച ആൾക്കാർ, ബഹളം, പാട്ട്, നാദസ്വരം ഇതൊക്കെ കേൾക്കാം, പൂജ എന്തൊക്കെ നടക്കുന്നുണ്ട് അവിടെ. ആ വീട്ടിലെ ഗൃഹനാഥൻ മോശമായിട്ട് പെരുമാറിയ സ്ഥിതിക്ക് അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് ഇളങ്ങ് തീരുമാനിച്ചു. അയാളുടെ വീട്ടിലേക്കും കയറിപ്പോയി. വൈകുന്നേരം ആയപ്പോൾ കുഞ്ഞിനെ വിളിക്കാൻ പോകണമല്ലോ. പ്രണവിനെ വിളിക്കാനായിട്ട് നമ്മുടെ സേതു ഡോർ തുറന്ന് പുറത്ത് വന്നപ്പോൾ ഐശ്വര്യലക്ഷ്മി അവിടെ നിൽക്കുകയാണ്. അവൾ ഇയാളെ കണ്ടപാടെ 2 കൈയെടുത്ത് തൊഴുതു. വണക്കങ്ക, നാങ്ക தான் இங்கே புதுசா குடித்தனம் வந்திருக்கோம். തമിഴാണ്. ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്നാണ്, ഞങ്ങളിവിടെ പുതിയതായിട്ട് താമസിക്കാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവൾ നമസ്കരിച്ചു. അവൾക്ക് മലയാളം വലിയ പിടിയില്ല. അപ്പോൾ സേതു വിചാരിച്ചു, എന്ത് വ്യത്യാസമായിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലേ. നേരത്തെ നാഗരാജ ബാൽക്കണിയിൽ നിന്ന് മുഖം തിരിച്ച് നിന്ന് സ്മോക്ക് ചെയ്യുന്നത് കണ്ടു. ഇപ്പോൾ നമ്മുടെ ഐശ്വര്യലക്ഷ്മി തൊഴുത് ഒരു മഹാലക്ഷ്മിയെ പോലെ മുന്നിൽ നിന്ന് എന്നോട് സംസാരിക്കും. ശരിയെന്ന് പറഞ്ഞാൽ അവനും ഒരു നമസ്കാരമൊക്കെ കൊടുത്തിട്ട് അവനങ്ങ് പോയി. ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ നമ്മുടെ സേതു ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. തൊട്ടടുത്ത വീട്ടിൽ എന്നും ബഹളമാണ്.
പലപ്പോഴും ആ സ്ത്രീയുടെ ശബ്ദം കേൾക്കാറില്ല. നാഗരാജ ഉറക്ക ബഹളം ഉണ്ടാക്കുന്നത് കേൾക്കാം. അപ്പോൾ ഇവനത് കേൾക്കുമ്പോൾ എവിടെയോ അവനൊരു വിഷമം തോന്നും. ഭയങ്കര ഒച്ചയും ബഹളവും എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ അവിടെ ഉണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ അതുപോലെ തിരിച്ചു വന്ന് ബാൽക്കണിയിൽ വന്ന് അവൻ്റെ താടി ട്രിം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത ബാൽക്കണിയിൽ നാഗരാജ ഭാര്യയെ ഭയങ്കരമായിട്ട് അങ്ങ് ഉപദ്രവിക്കുകയാണ്. അവനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഐശ്വര്യലക്ഷ്മിയുടെ വായിക്കാത്ത ഒരു ടവല് കുത്തിക്കയറ്റി വെച്ചിട്ടാണ് അവൻ ഉപദ്രവിക്കുന്നത്.